തൃശൂർ ജൂബിലി അമല ആശുപത്രികളിലെ UN നഴ്സുമാരുടെ സമരം. ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിലായതിനാൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ഉപയോഗിച്ച് ചികിത്സ നടത്തുന്നു എന്ന് ആരോപിച്ച് കഴിഞ്ഞ 9-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട DMOയ്ക്ക് പരാതി നൽകിയിരുന്നു. ഒരു മാസമായിട്ടും പരാതിയിൽ നടപടിയില്ലാതെ വന്നതോടെയാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. ഈ സമരത്തോട് വളരെ അന്യായമായ രീതിയിൽ മുഖം തിരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ ഭരണ രാഷ്ട്രീയ അധികാര രേഖകളെല്ലാം കടന്നു പോവുക. നമുക്കറിയാം, ലേബർ ഓഫീസിൽ ചർച്ചകൾ വിളിക്കുന്ന ചർച്ചകൾ ഞായറാഴ്ച പോലും ക്യാൻസൽ ചെയ്യുന്നു. ആര് ക്യാൻസൽ ചെയ്തു, എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തു, എന്താണ് റീസൺ എന്ന് ചോദിക്കുമ്പോൾ അതുപോലും പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരുങ്ങിയിരുന്നോ, അടുത്തത് കളക്ടറേറ്റ് കഴിക്കും, ലേബർ ഓഫീസിലേക്ക് വെക്കാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പിന്തിരിയാൻ ഒരു കാരണവശാലും തയ്യാറല്ല. കാരണം ഞങ്ങൾ ചോദിക്കുന്നത് ഈ നാട്ടിൽ മാന്യമായി ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ഏതായാലും നഴ്സുമാരുടെ സമരമാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഏതായാലും തൃശൂർ ജൂബിലി അമല ആശുപത്രികളിലെ UN നഴ്സുമാരുടെ സമരമാണ് നടക്കുന്നത്. ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിലായതിനാൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ഉപയോഗിച്ച് ചികിത്സ നടത്തുന്നു എന്ന് ആരോപിച്ച് കഴിഞ്ഞ 9-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് DMOയ്ക്ക് പരാതി നൽകിയിരുന്നു. ഒരു മാസമായിട്ടും പരാതിയിൽ നടപടിയില്ലാതെ വന്നതോടെയാണ് ഇത്തരത്തിൽ നഴ്സുമാർ സമരം ആരംഭിച്ചിരിക്കുന്നത്. തൃശ്ശൂരിലെ ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരമാണ് നടക്കുന്നത്. അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ഏതായാലും ഈ ഒരു പരാതി നൽകിയിട്ടും അതിലൊരു നടപടി ഉണ്ടാകാതെ വന്നതോടെ കൂടിയാണ് ഇത്തരത്തിൽ തെരുവിലിറങ്ങി ഒരു സമരം നടത്തുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, കഴിഞ്ഞ 3 മാസത്തോളമായി തൃശ്ശൂരിലെ ജൂബിലി അമല ആശുപത്രികളിൽ നഴ്സുമാർ സമരത്തിലാണ്. ആശുപത്രിക്ക് മുന്നിൽ ദിവസേന സമരം ചെയ്തു വരികയാണ് UN-യുടെ നേതൃത്വത്തിലുള്ള നഴ്സുമാർ. ഈ 2 സ്ഥാപനങ്ങളും തൃശ്ശൂർ അതിരൂപതയ്ക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ 3 മാസത്തോളമായി സമരം നടന്നു വരുന്നത്. UN പ്രധാനമായും ആരോപിക്കുന്നത് 800 ബെഡിൽ അധികം വരുന്ന കാറ്റഗറിയിൽപ്പെട്ടതാണ് ജൂബിലി അതുപോലെ തന്നെ അമല ആശുപത്രികൾ. ഈ 800-ലധികം ബെഡുള്ള ആശുപത്രികൾ വന്നാൽ 12,000 രൂപ ശമ്പള വർധനവാണ് വേണ്ടത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ സഭയുമായി ആശുപത്രി അധികൃതരുമായി UN നേതൃത്വം ബന്ധപ്പെട്ടത്. പക്ഷേ ഒരു കാരണവശാലും ആശുപത്രി മാനേജ്മെന്റുകൾ ഇതിന് വഴങ്ങാൻ തയ്യാറില്ല. അതോടുകൂടിയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 3 മാസം മുൻപ് ആരംഭിച്ച സമരം ഇപ്പോഴും ഈ ഇരു ആശുപത്രികളിലേക്ക് മുന്നിലും തുടർന്ന് വരുന്നത്. ആ സമരത്തിൽ പങ്കെടുത്ത ഇരു ആശുപത്രികളിലെ 1000-ഓളം വരുന്ന നഴ്സുമാരാണ് ഇപ്പോൾ തൃശൂർ DMO ഓഫീസിലേക്ക് വലിയ മാർച്ച് സംഘടിപ്പിച്ചത്. ഇപ്പോൾ DMO ഓഫീസിന് മുന്നിൽ ഇവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇവർ ഈ സമരത്തിന്, ഈ DMO ഓഫീസിലേക്കുള്ള മാർച്ചിന് ആധാരമായ കാരണം, അതായത് ഈ 2 ആശുപത്രികളിലെയും നഴ്സുമാർ സമരത്തിന് ഇറങ്ങിയതോടുകൂടി നഴ്സുമാർ ഇല്ലാത്തൊരു സാഹചര്യം ഇരു ആശുപത്രികളിലും വന്നു. അവർ ആ ഒരു സാഹചര്യം മറികടക്കുന്നതിനായി നഴ്സിംഗ് വിദ്യാർത്ഥികളെയും അതുപോലെ ANM ജീവനക്കാരെയും ഉൾപ്പെടെ ഉപയോഗിച്ച്, അതായത് മതിയായ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ മതിയായ ക്വാളിറ്റിയോ അല്ലെങ്കിൽ മതിയായ യോഗ്യതയോ ഇല്ലാത്ത ആളുകൾ, അതായത് നഴ്സിംഗ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, അതായത് നഴ്സുമാരുടെ ജോലി ചെയ്യാൻ അവർ പ്രാപ്തരല്ല എന്നത്. കാരണം അവർ വിദ്യാർത്ഥികളാണ്. അത്തരത്തിലുള്ള ആളുകളെ വെച്ചിട്ടാണ് ഈ ആശുപത്രി ഇപ്പോൾ ഇരു ആശുപത്രികളും നടത്തിക്കൊണ്ടുപോകുന്നത്. ഇത് അവിടെ എത്തുന്ന രോഗികളുടെ ആരോഗ്യത്തിന് തന്നെ ഭീഷണിയാണ്. വലിയ ഗുരുതര പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഈ കൃത്യമായ യോഗ്യത ഇല്ലാത്തവരെ വെച്ച് ആശുപത്രി നടത്തിയാൽ ഉണ്ടാകുമെന്ന് UN പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ 9-ാം തീയതി വ്യക്തമാണ് ജൂബിലി അമല ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരമാണ് നടക്കുന്നത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.